ഞാൻ വന്നത് ഈ തൊപ്പിക്കാരനെ പറ്റി പറയാനാണ്. എന്നിരുന്നാലും അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം. സോ അതിനു മുമ്പ് നമുക്ക് റിയാക്ട് ഹെൽമെറ്റ് എന്ന് പറഞ്ഞ ഒരു ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യാം. NPM പാക്കേജിൽ നിന്നാണ്. നേരത്തെ റിയാക്ട് ഹെൽമെറ്റ് ആയിരുന്നു, ഇപ്പോൾ ഹെൽമെറ്റ് അസിങ്ക് ആയി. കാരണം ഇതാണ് കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, ലേറ്റസ്റ്റ് വേർഷൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് പുതിയൊരു വിൻഡോയിൽ നമുക്കിവിടെ ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കണക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഈ പ്രോജക്റ്റ് നോക്കിക്കേ, ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. സിമ്പിൾ പ്രോജക്റ്റാണ്. ഒരു കോൺടാക്റ്റസ് പേജ് ഉണ്ട്, ഒന്നും ഇട്ടിട്ടില്ല. അതുപോലെ എബോട്ട് ഉണ്ട്, ഒന്നും ഇട്ടിട്ടില്ല. ഹോമും ഉണ്ട്, ഒന്നും ഇട്ടിട്ടില്ല. ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിവിടെ കാണാൻ പറ്റും. എന്താണ് ഞാൻ പറഞ്ഞില്ലേ, അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനിവിടെ നോർമൽ ഒരു റിയാക്ട് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഇതിവിടെ കാണാം. ഇപ്പം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തപ്പം എനിക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ റിയാക്ട് ആപ്ലിക്കേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ് ആപ്ലിക്കേഷനാണ്. CSR, ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ്. എന്താണ് ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ്? അതായത് നമ്മുടെ സെർച്ച് എഞ്ചിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ SEO സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, അതായത് ഗൂഗിളിൽ നമ്മളൊരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ, ഗൂഗിളിൽ വന്നിട്ട് ഞാനിപ്പോൾ ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഇതുപോലെയുള്ള ആ വെബ്സൈറ്റിൻ്റെ ടൈറ്റിൽ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ നിങ്ങളിത് വാട്സപ്പിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും ഷെയർ ചെയ്യുമ്പോൾ ഒരു തംബ്നെയിലൊക്കെ വരും, ഒരു ചെറിയൊരു ഇമേജോട് കൂടിയുള്ള സംഭവമൊക്കെ. ഇതെല്ലാം മെറ്റാ ഇൻഫർമേഷനാണ്, മെറ്റാ ഡാറ്റ ഇൻഫർമേഷനാണ്. ഇത് ഗൂഗിളിൽ അതുപോലെ നമ്മുടെ വെബ്സൈറ്റ് ഓരോരോ കീവേഡ്സ് സെർച്ച് ചെയ്യുമ്പം ബെസ്റ്റ് ബാർബർ ഷോപ്പ് നിയർ മീ, അപ്പോൾ ഒരു ബാർബർ ഷോപ്പിൻ്റെ വെബ്സൈറ്റ് ആയിരിക്കും ചിലപ്പോൾ പോപ്പപ്പ് ചെയ്യുക. അങ്ങനെ ഗൂഗിളിൽ ഇൻഡെക്സിങ്, ബെസ്റ്റ് നമ്മുടെ പേജസ് എല്ലാം ഇൻഡെക്സിങ് ആയി ബെറ്റർ ആയിട്ടുള്ള സെർച്ച് റിസൾട്ടും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഗൂഗിളിൽ നമ്മളെ, അതായത് ഗൂഗിളല്ല ഇൻ്റർനെറ്റ്, ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിൻസ് ഒരുപാടുണ്ട്. അവിടെ നമ്മുടെ ഇത് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ഒരു ഒപ്റ്റിമൈസേഷൻ, അതിന് വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ നമുക്ക് നോക്കാം. അതുപോലെ നമ്മൾ അതിനെപ്പറ്റി നമുക്ക് പഠിക്കാം. ഓക്കെ, അങ്ങനെയുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് നോർമൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ, ഗൂഗിളിൻ്റെ ബോട്ട്സ് ഉണ്ട്, ക്രോൾ ചെയ്യുന്ന ബോട്ട്സ്, നമുക്കറിയാം ഇങ്ങനെ ബോട്ട്സ് എന്ന് പറയുമ്പോൾ. അപ്പം അത് വന്ന് നോക്കുമ്പം, ക്രോൾ ചെയ്യുന്ന ബോട്ട്സ് വന്ന് നോക്കുമ്പം ഇത് ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ് ആണ്. ക്ലയൻറ്റ് സൈഡിൽ, അതായത് വെബ്സൈറ്റ് ഓപ്പൺ ആക്കി ഗൂഗിളിൻ്റെ ബോട്ട് വന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. ഒരു HTML പേജ്, MD പേജ് മാത്രമേ ഉള്ളൂ, വേറെ കണ്ടൻ്റ് ഒന്നുമില്ല. എന്നാ കാര്യം? ഇത് വന്ന ശേഷം നോക്കിക്കഴിയുമ്പം ഇതിൻ്റെ അകത്ത് ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്താണ് ഇതിൻ്റെ അകത്തെ കാര്യങ്ങൾ, ഈ ഡാറ്റകളെല്ലാം വരുന്നത്. അതായത് ബ്രൗസറിൽ ക്ലയൻറ്റ് സൈഡിൽ റെൻഡർ ചെയ്താണ് ഡാറ്റ വരുന്നത്. അപ്പോൾ സെർച്ച് എഞ്ചിൻ വന്ന് നോക്കുമ്പോൾ കാണില്ല. ഇപ്പോൾ ഇതുകൊണ്ട് എന്നാ സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഇൻഡെക്സിങ് ആകില്ല പ്രോപ്പറായിട്ട്. മെറ്റാ ടാഗ്, അതായത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയകളിൽ ഷെയർ ചെയ്യുമ്പം ഈ ടാഗ്, ഈ ഇൻഫർമേഷനും ഡിസ്ക്രിപ്ഷനും ടൈറ്റിലും അങ്ങാത്തൊലിയും, അതുപോലെ ഇതിൻ്റെ ഈ ഇമേജ് ഒന്നും വരത്തില്ല. അതും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അതുപോലെ ഒരുപാട് SEO റിലേറ്റഡ് ഇഷ്യൂസ് നമുക്ക് എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം അതാണ് റിയാക്റ്റിന് SEO ബാഡാന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം. പക്ഷെ റിയാക്റ്റിൽ SEO ബാഡാണ്, അത് സോർട്ട് ചെയ്യാൻ റിയാക്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, Nest.js എന്ന് പറഞ്ഞ് റിയാക്റ്റിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ഒരു മറ്റേ ഫ്രെയിം വർക്ക് ആട്ടോ. ഇത് വളരെ എന്താ പറയുക, ഇത് SEO ഫ്രണ്ട്ലിയാണ്, പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫ്രണ്ട്ലിയാണ്, റൗട്ടിങ്ങും എല്ലാ കാര്യത്തിലും ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫ്രെയിം വർക്കാണ്. ഇത് നമ്മളുടെ ക്ലാസ് ലേറ്റർ നമ്മൾ ചെയ്യും. ഇത് വെച്ചിട്ട് നമുക്കത് സോർട്ട് ചെയ്യാം റിയാക്റ്റിൽ. അത് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ റീമിക്സ് എന്ന് പറഞ്ഞ വേറൊരു എന്താ പറയുക ഫ്രെയിം വർക്ക് ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് റിയാക്റ്റിൽ നമുക്ക് SEO ബെറ്റർ ആക്കാം, നോർമൽ റിയാക്റ്റിനേക്കാളും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നതാ സെർവർ സൈഡ് റെൻഡറിങ്. എന്താ സെർവർ സൈഡ് റെൻഡറിങ്? ഇതെല്ലാം സെർവർ സൈഡ് റെൻഡറിങ് ചെയ്യുന്നുണ്ട്. ഇതും സപ്പോർട്ട് ചെയ്യും സെർവർ സൈഡ് റെൻഡറിങ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ നമ്മളിതിപ്പോൾ ക്ലയൻറ്റ് സൈഡിൽ വന്ന് ഹാൻഡിൽ ചെയ്യുന്ന ഈ സാധനങ്ങളെല്ലാം സെർവറിൽ റെൻഡർ ചെയ്ത് HTML പേജസും കാര്യങ്ങളും എല്ലാം സെർവർ സൈഡിൽ ജനറേറ്റ് ചെയ്ത് റെൻഡർ ചെയ്ത് ഗൂഗിളിൻ്റെ ബോട്ട്സ് വന്ന് നോക്കുമ്പോൾ പേജസ് എല്ലാം അവിടെ അവൈലബിൾ ആയിരിക്കും. ഈ ഒരു കേസിൽ ഗൂഗിളിൻ്റെ ബോട്ട്സ് വന്ന് നോക്കുമ്പോൾ പേജസ് ഒന്നും ഇല്ല. കാരണം ഇവിടെ റൂട്ട് MD ആയിരിക്കും. ലേറ്ററിൽ ഇതിൽ ഡോമിൽ എലമെൻറ്റ്സ് ക്രിയേറ്റ് ആകുന്ന ലേറ്ററിലായിരിക്കും ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്തിട്ട്. അപ്പം സെർവർ സൈഡ് റെൻഡറിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൈബ്രറീസ് ആണ് ഈ രണ്ടെണ്ണം.
ഇനി അല്ലാതെ നമുക്ക് റിയാക്റ്റിൽ തന്നെ ചെയ്യാം. റിയാക്റ്റ് സെർവർ ഡോം, റിയാക്റ്റിൻ്റെ കുറച്ച് തനതായിട്ടുള്ള രീതികളൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ പ്രോബ്ലം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൗട്ടിങ്, ഡാറ്റ ഫെച്ചിങ്, കോഡ് സ്പ്ലിറ്റിങ്, ക്യാഷ് ചെയ്യുക, SEO, മെറ്റാ ഡാറ്റ, ഇമേജ് ഒപ്റ്റിമൈസേഷൻ, എല്ലാ കാര്യത്തിലും എന്താ പറയുക, റിയാക്റ്റ് നമ്മൾ തന്നെ മാനുവലായിട്ട് റിയാക്റ്റ് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കേസിൽ റിയാക്റ്റ് അത്ര ആപ്റ്റ് അല്ല, റിയാക്റ്റ് അത്ര ശരിയല്ല, റിയാക്റ്റ് അത്ര കൊള്ളൂല. അതുകൊണ്ടാണ് നമ്മൾ നെസ്റ്റേഴ്സ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യും, റീമിക്സ് ഹാൻഡിൽ ചെയ്യും, ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ പൊതുവായി യൂസ് ചെയ്യുന്നത്. ഇനി സെർവർ സൈഡ് റെൻഡറിങ് എന്തിനാ? നമ്മൾ കഥ പറഞ്ഞത് ഹെൽമെറ്റിന്റെ കാര്യമാട്ടോ. ഇപ്പൊ കഥ പറഞ്ഞ് കുറെ പോയി, പക്ഷെ ഇത് പറയാതെ പറ്റത്തില്ല. സെർവർ സൈഡ് റെൻഡറിങ് കൂടുതൽ വരുന്നത് നമ്മളിപ്പം ന്യൂസ് വെബ്സൈറ്റുകളുണ്ട്, അതുപോലെ വ്ളോഗ്സ് ഉണ്ട്, SEOയ്ക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ, സ്ലഗ് പേജുകൾ എന്ന് പറഞ്ഞു കഴിയുമ്പം എന്താ ഇപ്പം പറയുക, സ്ലഗ് പേജ്, റിമിക്സ് ബ്ലോഗ്. ഇപ്പോൾ ഓരോ ബ്ലോഗുകൾ നമ്മൾ പോകുമ്പം ഈ ഓരോരോ പേജസുകൾ, സ്ലഗ് പേജുകൾ, ഈ പേജുകളൊന്നും അവൈലബിൾ ആയിരിക്കും. ഈ പേജുകളൊക്കെ ജനറേറ്റ് ചെയ്ത് വരുന്നത്. ഈ പേജുകളെല്ലാം നമ്മളിപ്പം ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഈ ഒരു ബ്ലോഗ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ റിയാക്റ്റിൽ ഇപ്പം നമ്മൾ ഷെയർ ചെയ്തു, അത് ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ് ആണെങ്കിൽ നമ്മൾ ഈ ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ എന്നാ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റാ ഇൻഫർമേഷൻ ഒന്നും കാണില്ലടോ. ഈ വെബ്സൈറ്റ് നിങ്ങൾ കണ്ട ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ വാട്സപ്പിൽ വരത്തില്ലേ ഡിസ്ക്രിപ്ഷൻ ടൈറ്റിലും കാര്യങ്ങളൊക്കെ ആയിട്ട്, അതൊന്നും കാണൂല. അതൊക്കെ പോകും. അതായത് സ്ലഗ് പേജുകൾ, ന്യൂസ്, ബ്ലോഗ്സ്, SEOയ്ക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന കാര്യങ്ങളിലെല്ലാം നമുക്ക് സെർവർ സൈഡ് റെൻഡറിങ് നല്ലതാണ്. ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ് എന്ന് പറയുമ്പോൾ ഈ റിയാക്റ്റിൽ ചില അഡ്മിൻ പാനലൊക്കെ ഉണ്ടാക്കും, അഡ്മിൻ പേജ്, ഡാഷ്ബോർഡ്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ് ആണ് ബെറ്റർ. ഇനി ഈ റിയാക്റ്റ് ഹെൽമെറ്റ്, ഇപ്പം നമ്മൾ ഓൾറെഡി റിയാക്റ്റ് ഹെൽമെറ്റിൻ്റെ കേസ് പറഞ്ഞു. റിയാക്റ്റ് ഹെൽമെറ്റ് എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെച്ചെന്ന് വിചാരിച്ച് 100% SEO ഫ്രണ്ട്ലിയും ബെറ്റർ ആകുമോ റിയാക്റ്റ് എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് SEO ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നെസ്റ്റേഴ്സ് ഓപ്ഷനാണ്, റീമിക്സ് ഓപ്ഷനാണ്, മറ്റ് പല ഫ്രെയിം വർക്കുകളുണ്ട്. റിയാക്റ്റിൽ തന്നെ അല്ലാതെ ചെയ്യാൻ പറ്റും. അങ്ങനെ പല വഴികളുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. റിയാക്റ്റ് ഹെൽമെറ്റ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിയാക്റ്റ് ഹെൽമെറ്റ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ മെറ്റാ ഡാറ്റ ഇൻഫോർമേഷനുകളെല്ലാം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും റിയാക്റ്റ് ഹെൽമെറ്റ് വെച്ചിട്ട്. അതായത് തനി പേജിന്, ഇപ്പം എനിക്കിവിടെ എബൌട്ട് പേജ് ഉണ്ട്, എനിക്ക് എബൌട്ട് പേജിനൊരു സാധനം വേണം, അതുപോലെ എനിക്ക് കോൺടാക്റ്റസ് പേജ് വേണം. എൻ്റെ 2 പേജിനും ഒരു മെറ്റാ ഇൻഫർമേഷനും ഇല്ല. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ 2 പേജിനൊന്നുമില്ല. എനിക്കിവിടെ കാണാൻ പറ്റുന്ന ആകെ ഞാൻ ഈ index.html വന്ന് എനിക്ക് ഇവിടെ കാണാൻ പറ്റുക എൻ്റെ മൈ ആപ്പ് മാത്രമാണ്. അപ്പം അതിനെയാണ് നമുക്ക് എന്നാ ചെയ്യാൻ പറ്റണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ റിയാക്റ്റ് ഹെൽമെറ്റിനെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ റാപ്പ് ചെയ്യണം. മെയിൻ കമ്പോണൻറ്റിൽ ഇവിടെ റാപ്പ് ചെയ്യണം. ഞാൻ ഓൾറെഡി റിയാക്റ്റ് ഹെൽമെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. റിയാക്റ്റ് ഹെൽമെറ്റ് ഇവിടെ, ഈ റിയാക്റ്റ് ഹെൽമെറ്റ് ഓക്കെ, ഹെൽമെറ്റ് എന്തെങ്കിലും ആട്ടെ. അപ്പം നമുക്കിവിടെ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഹെൽമെറ്റ് പ്രൊവൈഡർ സെറ്റപ്പ് ചെയ്യണം. പ്രൊവൈഡർ ഇതിൽ നമുക്ക് റാപ്പ് ചെയ്ത് കൊടുക്കണം. ഇമ്പോർട്ട് ഹെൽമെറ്റ് പ്രൊവൈഡർ. ഈ സാധനം ഉണ്ടല്ലോ, ഇത് റാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് നമുക്ക് റിയാക്റ്റ് ഹെൽമെറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ റൂട്ട് ഫയൽ. ഇവിടെ നമുക്ക് നമ്മൾ ബ്രൗസർ ഔട്ടർ കൊടുത്ത പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ സാധനം റാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി എനിക്ക് എല്ലാ പേജിലും മെറ്റാ ഇൻഫർമേഷൻ ആഡ് ചെയ്യാൻ പറ്റും. മെറ്റാ ഇൻഫർമേഷൻ ആഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് അത് നമ്മൾ വേറൊരു ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുക്കാം. ഓപ്പൺ ഗ്രാഫ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് നമ്മുടെ ഓപ്പൺ ഗ്രാഫ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യുന്ന ലിങ്കുകൾ, അതിപ്പോൾ ലിങ്ക്ഡിനാകാം, ഫേസ്ബുക്ക് ആകാം, ഇൻസ്റ്റഗ്രാം ആകാം, എന്ത് വേണമെങ്കിലും ആകാം, അതിന് OG എന്ന് പറഞ്ഞൊരു ടാഗോട് കൂടിയാണ് മെറ്റാ ഇൻഫർമേഷൻസ് വരുന്നത് കേട്ടോ. അത് ഷെയർ ചെയ്യുമ്പം അതിൽ നിങ്ങൾക്ക് തംബ്നെയിൽ ഉണ്ടാകും, ടൈറ്റിൽ ഉണ്ടാകും, ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകും, ഓപ്പൺ ടാഗ്. അപ്പം അത് നമുക്ക് കൊടുക്കാം. ഞാനിവിടെ വന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ഹോം പേജിലാണ് ഫസ്റ്റ് എനിക്ക് വേണ്ടത്. അപ്പം നമുക്ക് ഇവിടെ വന്നിട്ട് എന്താ ചെയ്യുക, ഞാൻ ഇമ്പോർട്ട് എന്താ
ഹെൽമെറ്റ് ഹെൽമെറ്റിനെ ഇമ്പോർട്ട് ചെയ്യാം. ഹെൽമെറ്റ് ഫ്രം സിങ്കർണസ് ഹെൽമെറ്റ് ഇമ്പോർട്ട് ചെയ്തു. ഇനി എനിക്ക് കുറച്ച് മെറ്റാ ഇൻഫർമേഷൻസ് ആഡ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് മെറ്റാ ഇൻഫർമേഷൻ ആഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഹെൽമെറ്റിനെ വിളിച്ചു കൊടുത്തു. ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇതിൻ്റെ അകത്ത് നമ്മുടെ സാധാരണ HTML ഉള്ള പോലത്തെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. ഞാനിവിടെ ടൈറ്റിൽ ആഡ് ചെയ്തു. ടൈറ്റിൽ ഇട്ടിട്ട് ഇതിൻ്റെ പേരെന്നാ, ഹോം പേജ് അല്ല, ഹോം ഇങ്ങനെ ഇടാം. ഹോം പേജ് ഇങ്ങനെ ഇട്ടു. ടൈറ്റിൽ ആഡ് ചെയ്തു. ഇപ്പോൾ ഞാൻ ഇവിടെ ഹോം പേജ് കണ്ട, ടൈറ്റിൽ മാറിയത് കണ്ട, ടൈറ്റിൽ മാറി. ഹെൽമെറ്റ് വർക്ക് ചെയ്തു, ടൈറ്റിൽ മാറി. ഇനി ഇതിപ്പോൾ ടൈറ്റിൽ മാറി. ഇനി എനിക്ക് എന്നതാ എൻ്റെ അടുത്തത്, എനിക്കിവിടെ മെറ്റാ ഡാറ്റാസ് എല്ലാം ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. മെറ്റാ നെയിം എന്താ? മെറ്റാ നെയിം ഡിസ്ക്രിപ്ഷൻ. മെറ്റാ നെയിം കാണാപാഠം പഠിച്ചു വെച്ചിട്ടില്ല. ഡിസ്ക്രിപ്ഷൻ കണ്ടന്റ് എന്നാണ്. കണ്ടന്റ് ദിസ് ഈസ് എ ഹോം പേജ് കൊടുക്കാം. കണ്ടന്റ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ, മെറ്റാ ടാഗ് സെൽഫാ ക്ലോസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ക്ലോസ് ചെയ്യാം. നമ്മൾ കൊടുത്തു മെറ്റാ ഡിസ്ക്രിപ്ഷൻ. ഇതുപോലെയാണ് മെറ്റാ കീവേഡ്സ്. മെറ്റാ ഡാറ്റ എല്ലാം നമുക്ക് ഇതുപോലെ കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിവിടെ വന്ന് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റണ എന്നാ, മെറ്റാ കീവേഡ്സ് ഞാനിത് കാണപ്പെടാൻ ഇതിപ്പം ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ എനിക്ക് തെറ്റ് പറ്റായിരിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് HTML ടൈപ്പ് ചെയ്തപ്പോൾ ഉള്ള ഒരു ഓർമ്മ വെച്ചിട്ടാണ് മെറ്റാ ഇൻഫർമേഷൻ ഒക്കെ ടൈപ്പ് ചെയ്യണേ. റിയാക്റ്റിൻ്റെ ക്ലാസ്, റിയാക്റ്റ് അല്ല, ഹോം പേജ്, ബെസ്റ്റ് പേജ്, എന്ത് വേണേലും ബെസ്റ്റ് നിങ്ങൾക്ക് കീവേഡ്സ് കൊടുക്കാം. അടുത്ത കേസസ് ആണ് മെറ്റാ കീവേഡ്സ്. മെറ്റാ പ്രോപ്പർട്ടി ആയിട്ടുള്ള OG ടൈറ്റിൽ, OG കണ്ടന്റ് ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് മെറ്റാ പ്രോപ്പർട്ടീസിൽ. ഇതിപ്പോൾ ഞാനിതിവിടെ കൊടുത്തു, ഞാനിതിവിടെ റീഫ്രഷ് ചെയ്തു. എനിക്കിത് കാണണമെങ്കിൽ എനിക്ക് ഈ സാധനം ഹോസ്റ്റ് ചെയ്താലേ കാണാൻ പറ്റും. അല്ലാതെ എനിക്കാണെങ്കിൽ ഈ ഹെഡിൽ വന്ന് നോക്കിക്കഴിഞ്ഞ് ഇത് കണ്ടോ, ദിസ് ഈസ് എ ഹോം പേജ്. എനിക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. എനിക്കിതിപ്പോൾ ഹോസ്റ്റ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റത്തില്ല. അപ്പോൾ അതെ ഇത് കണ്ടോ, മൈ ആപ്പാണ് ഇതിൻ്റെ ടൈറ്റിൽ. പക്ഷെ നമുക്ക് കിട്ടേക്കണ എന്നാ ഹോം പേജ്. ബിക്കോസ് നമ്മൾ ഹോം പേജിൽ റിയാക്ട് ഹെൽമെറ്റ് ഉപയോഗിച്ച് ടൈറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. തനി പേജ് കണ്ട. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കണ്ടോ, കീവേഡ്സ് കണ്ട. ഈ ഒരു പേജിനാ ഇതിൻ്റെ ഒരു ഉപയോഗം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് ഇവിടുന്ന് കോപ്പി ചെയ്തെടുത്തിട്ട് കോണ്ടാക്ടസ് പേജിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തിട്ട്, പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എബോട്ടസ് പേജിലും പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് റിയാക്ട് ഹെൽമെറ്റ് വിളിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല. റിയാക്ട് ഹെൽമെറ്റ് വിളിച്ചു കൊടുക്കാം. അപ്പം ഞാൻ കോണ്ടാക്ടസ് പേജിൽ പോയി വിളിച്ചു കൊടുത്തു, എബോട്ടസ് പേജിൽ പോയി വിളിച്ചു കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ എബോട്ടാസിൻ്റെ അവിടെ വന്നിട്ട് എബോട്ടാക്കി കൊടുത്തു. എബോട്ട് പേജ് ഡിസ്ക്രിപ്ഷൻ കണ്ടന്റ് എബോട്ടാക്കി കൊടുത്തു. ഇത് ഞാൻ മാറ്റുന്നില്ല, മാറ്റാം. എബോട്ടാക്കി കൊടുത്തു. എബോട്ട് പേജ് കോണ്ടാക്ടസ് പേജിൽ വന്നു, കോണ്ടാക്റ്റ് ആക്കി കൊടുത്തു. കോണ്ടാക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ആട്ടെ, കോണ്ടാക്റ്റ് നിങ്ങളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ. കോണ്ടാക്റ്റ് അപ്പോൾ ഞാൻ എല്ലാ പേജിലും കൊടുത്തു. ഇനിയിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എബോട്ട് കണ്ടോ, എബോട്ട് പേജിൻ്റെ ഇൻഫർമേഷൻസ് വന്നത് കണ്ടോ കറക്റ്റായിട്ട്. എബോട്ട് പേജിൻ്റെ ഇൻഫർമേഷൻ വന്നു, ദിസ് ഈസ് എബോട്ട് പേജ്. അതുപോലെ കോണ്ടാക്ടസ് പേജ്, അതിൻ്റെ മെറ്റാ ഡാറ്റ ഇൻഫർമേഷൻസ് ആണ് ഈ വന്നേക്കണത് കണ്ടോ. മെറ്റാ ഡാറ്റാസ് എല്ലാം മാറിയിരിക്കണത്. ഇതിനാണ് പൊതുവെ റിയാക്ട് ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി ഓപ്പൺ ഗ്രാഫ് മെറ്റാ ടാഗ്സ്. ഓപ്പൺ ഗ്രാഫ് മെറ്റാ ടാഗ് എന്ന് പറയുമ്പോൾ കുറേ ഉണ്ട്.
ജനറേറ്റ് OG മെറ്റാ ടാഗിൻ്റെ ഇൻഫർമേഷൻ കണ്ടോ. OG ടൈറ്റിൽ, OG ഡിസ്ക്രിപ്ഷൻ, OG ഇമേജ്. ഇത് കണ്ടോ, ഓപ്പൺ ഗ്രാഫ് മെറ്റാ ടാഗാണിത്. ജസ്റ്റ് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യും കേട്ടോ, നേരെ ഇല്ലാത്തതുകൊണ്ട്. ഒന്ന് പേസ്റ്റ് ചെയ്തു. ഇത് കണ്ടോ, നിങ്ങൾക്കിവിടെ ഓപ്പൺ ഗ്രാഫ് OG ടൈറ്റിൽ, അതായത് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുമ്പോൾ വരുന്ന ടൈറ്റിലാണ് OG ടൈറ്റിൽ. അത് ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ എന്ത് വേണേലും ആകാം. അപ്പോൾ ഞാനിതിവിടെ എനിക്കിവിടെ കോൺടാക്റ്റ് എന്ന് കൊടുക്കാം. കോൺടാക്റ്റ് സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, വാട്സപ്പ് എന്തിൽ വേണേലും. രണ്ടാമത് OG ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കാം. അതുപോലെ അത് ഷെയർ ചെയ്യുമ്പോൾ ഒരു തംബ്നെയിൽ വരില്ലേ, ആ തംബ്നെയിൽ ഇവിടെ പറഞ്ഞു കൊടുക്കാം. നമ്മുടെ സൈറ്റിൻ്റെ ഒറിജിനൽ URL പറഞ്ഞു കൊടുക്കാം. ടൈപ്പ് പറഞ്ഞു കൊടുക്കാം. എന്ത് വേണേലും പറഞ്ഞു കൊടുക്കാം. നമ്മൾ SEOയുടെ ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ കാണാം. ഇതുപോലെ നമുക്ക് OG ഡാറ്റ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതും നമ്മുടെ പേജ് എടുക്കും. കണ്ടോ, OG ഡാറ്റാസ് വന്നേക്കണ കണ്ടോ. ഇനി നിങ്ങൾ വിചാരിക്കും മെറ്റ ഇതെന്താ സാധനം, നിങ്ങൾക്ക് അറിയണമല്ലോ, സാധനം അറിയണമല്ലോ. നമുക്ക് സാധനം കാണിച്ചു തരാം എന്താണെന്നുള്ളത്. മെറ്റയുടെ പേജ് ചിലപ്പെങ്കിൽ ഇതായിരിക്കും. അപ്പം ഞാനിപ്പം എൻ്റെ ഏജൻസി നെറ്റ്വർക്ക് കുറച്ച് സ്ലോയാണ്. ഇതിപ്പോൾ ഇവിടെ MBM ക്യാൻവ അല്ലാതെ കിട്ടത്തില്ല. യൂട്യൂബ് കാലമെടുപ്പ് കൊടുക്കും. എല്ലാ വെബ്സൈറ്റും സ്കാൻ ചെയ്താൽ കിട്ടുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ലോഡിങ് മെറ്റാ ഡാറ്റ. ഇത് കണ്ടോ, യൂട്യൂബ്, അതായത് ഈ ടൈറ്റിൽ, അതുപോലെ ഡിസ്ക്രിപ്ഷൻ, നമ്മൾ കൊടുത്ത നമ്മുടെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും OGയും കൊടുക്കണം, അല്ലാത്തതും കൊടുക്കണം ഡിസ്ക്രിപ്ഷൻ. അതുപോലെ ഈ തംബ്നെയിലാണ് നമ്മളിവിടെ ഒരു ഇമേജ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇമേജ് വരുന്ന തംബ്നെയിലിൽ നിന്നാട്ടോ ഈ തംബ്നെയിൽ. ഇത് കണ്ടോ, അതിൻ്റെ മെറ്റാ ഇൻഫർമേഷൻസ് നിങ്ങൾ കണ്ടോ. ഈ ഒരു സാധനം റിയാക്റ്റിൽ നമുക്ക് എന്താ പറയണ, റിയാക്ട് ഹെൽമെറ്റ് വെച്ചിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഈ ഒരു ലൈബ്രറി വെച്ചിട്ട്. ഇതാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ബെറ്റർ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് SEO ഫ്രണ്ട്ലി എല്ലാ കാര്യങ്ങളും ബെറ്റർ ആക്കുകയാണെങ്കിൽ നമുക്ക് നെസ്റ്റേഴ്സ് അല്ലെ മറ്റ് ലൈബ്രറീസും കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യാം. കണ്ട ഇത് ഇവിടെ തന്നെ ഇത് അവരുടെ ഡോക്യുമെൻറ്റേഷൻ വിത്തായിട്ട് അവർ കുറേ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് കിട്ടി കാണും. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് ഇനിയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.